വീണ പ്രതിയായി മാസപ്പിടി കേസ് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. SFIO ഈ കേസ് അന്വേഷിച്ചു. അത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ഉന്നത ഏജൻസിയാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവരന്വേഷിച്ചു, കുറ്റപത്രം തയ്യാറാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി തന്നെ അത് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, രണ്ടാമതൊരു കുറ്റപത്രം വീണ വിജയനോ എക്സാലോജി കമ്പനിയോ ഒന്നാം പ്രതിയായി ബംഗളൂരുവിലെ കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്നുവെന്ന വിവരവുമുണ്ട്. അതിൽ മറ്റൊരു കേസാണ് പറയുന്നത്. കരിമണൽ കമ്പനി CMRന്റെ ഒരു സഹോദര സ്ഥാപനം എക്സാലോജിക്ക് നൽകിയൊരു വൻ തുക, വായ്പയായി നൽകിയ തുക എക്സാലോജിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കൊടുത്തു തീർത്തിട്ടില്ല, കടം വീട്ടിയിട്ടില്ല എന്നതാണ് കേസ്. നിയമപ്രകാരം അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഈ കേസിൽ പറഞ്ഞല്ലോ, ഒന്നുകിൽ എക്സാലോജിക്ക് അല്ലെങ്കിൽ വീണ വിജയനായിരിക്കും ഒന്നാം പ്രതിയാവുക. അത് മാത്രമല്ല, ED രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം സമർപ്പിച്ച കേസ്, അതിന്റെ വിശദാംശങ്ങൾ അവർ ചോദിച്ചിരിക്കുക. ചോദിച്ചാൽ തീർച്ചയായിട്ടും SFIO അത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതിലേക്ക് EDയുടെ അന്വേഷണം വരും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റെയ്ഡുകള്, പരിശോധനകളൊക്കെ ഉണ്ടാവാം. ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീണയുടെ വീട്ടഡ്രസ്സിലൊന്നുമല്ല, AKG സെന്ററിന്റെ പേരില്ല. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന്റെ മേൽവിലാസത്തിലാണ് എക്സാലോജിക് എന്ന് പറയുന്ന ഈ കേസിൽ പ്രതിയായി നിൽക്കുന്ന കമ്പനി, വീണ വിജയന്റെ ഉടമസ്ഥതയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ ഓഫീസിൽ പരിശോധന വേണമല്ലോ, റെയ്ഡ് വേണമല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിന്റെ റെയ്ഡൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസുകളിലാണ്, ചിട്ടിഫണ്ടിന്റെയും മറ്റും. അപ്പൊ ഇവിടെ ആകുമ്പോൾ ഈ കമ്പനിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. അത് AKG സെന്ററാ, അല്ലെങ്കിൽ പ്രതി താമസിക്കുന്ന വീട് അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത് ക്ലിഫ് ഹൗസാ. ഇവിടെയൊക്കെ പരിശോധന നടത്താൻ EDക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ കേരള സർക്കാർ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ CPM പ്രവർത്തകർ സമ്മതിക്കുമോ? എന്തൊക്കെയായിരിക്കും അതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ? കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെയും പിണറായി വിജയന്റെ മകളുടെയും കേസുകൾ തമ്മിൽ താരതമ്യമില്ലെന്ന, രണ്ടും വ്യത്യാസമുണ്ട്. ബിനീഷ് കൊടിയേരി കേസില് അച്ഛനയ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഇവിടെ ആവട്ടെ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വീണ വിജയനെതിരായിട്ടുള്ള കേസ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സഖാവിയ കാര്യമൊക്കെ അങ്ങനെ വാദിക്കാം, പക്ഷെ ഒരു സത്യമുണ്ട്. ബിനീഷ് കോടിയേരിക്കെതിരായിട്ട് കേസുണ്ടായി, അയാൾ അറസ്റ്റിലായപ്പോ ആ കേസിൽ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്കെങ്കിലും വിട്ടുനിന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. പിന്നീട് മകൻ ജയിൽ വിമോചിതനായപ്പോഴാണ് പാർട്ടിയുടെ സെക്രട്ടറി പദവിയിലേക്ക് കോടിയേരി മടങ്ങി വന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പറയുമ്പോൾ അങ്ങ് മറന്നുപോകരുത്. മാസപ്പിടി കേസിൽ പിണറായിക്കോ പാർട്ടിക്കോ യാതൊരു ബന്ധവുമില്ല, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്നാണല്ലോ CPM തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു സംശയം സഖാവേ ഗോവിന്ദൻ മാസ്റ്ററെ, അതൊന്ന് തീർത്തു വന്നാൽ വലിയ സന്തോഷം. ഇതിലൊരു കമ്പനി, അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു, അതിലൊരു കമ്പനി എക്സാലോജിക്ക്, അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് AKG സെന്ററിന്റെ മേൽവിലാസത്തിലാണ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മേൽവിലാസത്തിലാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നോക്കൂ, ഈ ബാംഗ്ലൂർ കോടതിയിൽ ഇനി സമർപ്പിക്കാൻ പോകുന്ന രണ്ടാമത്തെ കുറ്റപത്രം എന്ന് പറയുന്നത് എക്സാലോജിക്ക് അല്ലെങ്കിൽ വീണ വിജയൻ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ തീർത്തില്ല, അത്തരത്തിൽ സാമ്പത്തിക കുറ്റം ചെയ്തു, വഞ്ചനാ കുറ്റം ചെയ്തു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. AKG സെന്റർ എന്ന മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി മാസപ്പിടി കേസിൽ പ്രതിയാവുന്നു. അഴിമതി കേസാ, കൈക്കൂലിയ. രണ്ടാമത് സാമ്പത്തികമായ വഞ്ചനാ കുറ്റം ചുമത്തുന്ന കേസിൽ പ്രതിയാവുന്നു. ഇതെങ്ങനെയാണ് ന്യായീകരിക്കുക? എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇപ്പോഴാ കമ്പനി ഇല്ല, അത് വൈൻഡപ്പ് ചെയ്തു, ഇനി ഞാൻ ജാതകം നോക്കേണ്ടി വരുമെന്ന്. അങ്ങ് ജാതകം നോക്കിയോ, കബഡി നിരത്തിയോ, നാഡീജ്യോത്സ്യപ്രകാരമോ അതൊന്ന് കണ്ടുപിടിച്ച് കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറഞ്ഞതാ. എങ്ങനെയാണ് വീണ വിജയൻ എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തി AKG സെന്ററിന്റെ മേൽവിലാസത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത്?